വീണ്ടും ഒരു സിനിമാ സമരത്തിന് കാഹളം മുഴക്കിയിരിക്കുകയാണ് സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും ഒന്നൊഴിയാതെ. നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട്, അതുപോലെ ഫെഫ്കയുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്കയുണ്ട്, ഫിയോക്കുണ്ട്, ഫിലിം ചേംബറുണ്ട്. അങ്ങനെ സർവമാന സംഘടനകളും ഒരുമിച്ച് തീരുമാനിച്ചു ജൂൺ 1 മുതൽ സിനിമാ മേഖലയെ സ്തംഭിപ്പിച്ചുകൊണ്ട് സമരം തുടങ്ങുകയാണ്. ഷൂട്ടിംഗ് ഉണ്ടാകില്ല, അതുപോലെ തന്നെ സിനിമാ പ്രദർശനവും ഉണ്ടാകില്ല. ഇനി ഏതെങ്കിലും താരങ്ങൾ, ഒരുപാട് താരങ്ങൾ സിനിമ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട്, നിർമ്മാതാക്കളെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും താരങ്ങൾ സിനിമ നിർമ്മിച്ചു അവർ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തിയേറ്റർ ഉടമകൾ പറഞ്ഞു അവരുടെ സിനിമകൾ ഞങ്ങൾ പ്രദർശിപ്പിക്കില്ല. എന്തൊക്കെയാണ് കാരണങ്ങൾ? സിനിമാ മേഖല ധാരാളം പ്രതിസന്ധി നേരിടുന്നുണ്ട്, വാസ്തവമാണ്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിൽ 60% മുതൽ മുടക്കുന്നത് സിനിമാ താരങ്ങൾക്കുള്ള പ്രതിഫലത്തിന് വേണ്ടിയാണ്. 60%. 40%മാണ് ടെക്നീഷ്യന്മാർക്കും ടെക്നിക്കൽ സൈഡിനും വേണ്ടി മുതൽ മുടക്കുന്നത്. അതായത് ആലോചിച്ച് നോക്കുക, ക്യാമറ, ലൈറ്റ്, അതുപോലെ തന്നെ ലൊക്കേഷൻ, ഈ പറയുന്ന കാരവൻ, ഇതൊക്കെ വരുന്നത്, ഫുഡ്, ഇങ്ങനെയൊക്കെ വരുന്നത് 40% തുക മാത്രമാണ്. ബാക്കി 60% തുകയും ഈ നക്ഷത്ര വാല്യൂ ഉള്ള താരങ്ങൾക്കുള്ള ഈ പ്രതിഫല തുകയാണ്. ഇത് കുറയ്ക്കണം. താരങ്ങളുടെ പ്രതിഫലം ഗണ്യമായി കുറയ്ക്കണമെങ്കിൽ നിർമ്മാണ ചെലവ് കുറയും. അതുപോലെ തന്നെ സർക്കാരും ചില കാര്യങ്ങൾ കുറയ്ക്കണം. GST ഉണ്ട് സിനിമയ്ക്ക്. അതിനൊപ്പം തന്നെ വിനോദ നികുതി വീണ്ടും കുത്തനെ കൂട്ടിയിട്ടുണ്ട്. സർക്കാർ GST ഏർപ്പെടുത്തുന്നു, അതുപോലെ തന്നെ വിനോദ നികുതി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. താരങ്ങൾ അവരുടെ പ്രതിഫലം കുറയ്ക്കണം. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രധാനമായും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനുവരിയിൽ തിയേറ്ററുകളിൽ 101 കോടി രൂപയാണ് തിയേറ്ററുകൾക്ക് നഷ്ടമുണ്ടായത്. ജനുവരി മാസം, അതായത് 2025 ജനുവരി മാസത്തെ കണക്ക് വെച്ച് മാത്രം നോക്കുമ്പോൾ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ 28 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിയത്. 101 കോടി രൂപയുടെ നഷ്ടമാണ് തിയേറ്റർ ഉടമകൾക്കുണ്ടായത്. അതിലാകെ ലാഭം കിട്ടിയത് രേഖാചിത്രം, ആസിഫ് അലിയുടെ ചിത്രമായ രേഖാചിത്രം എന്ന സിനിമയ്ക്ക് മാത്രമാണ് മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്. ഇനി ഒരു ചിത്രത്തെക്കുറിച്ച് പറയുന്നത് ആലോചിച്ച് നോക്കുക. 30 കോടി രൂപയുടെ മുതൽ മുടക്കിലാണ് ടൊവിനോ തോമസിൻ്റെ ഒരു ചിത്രം പുറത്തു വന്നത്. അതിനകത്ത് ആകെ കിട്ടിയത് കളക്ഷൻ എന്ന് പറയുന്നത് 3.5 കോടി രൂപയാണ്. 30 കോടി മുതൽ മുടക്കിയിട്ട് കിട്ടിയത് വെറും 3.5 കോടി രൂപ. മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിന് മുതൽ മുടക്കിയത് 17 കോടി രൂപയാണ്, തിരിച്ചു കിട്ടിയത് വെറും 4.5 കോടി രൂപയാണ്. നിർമ്മാതാക്കൾ പറയുന്നത് അവരുടെ സങ്കടമാണ്. 17 കോടി രൂപ മമ്മൂട്ടിക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അവർക്ക് തിരികെ കിട്ടുന്നത് വെറും 4.5 കോടി രൂപയാണ്. അപ്പോൾ ഈ 60% മുതൽ മുടക്ക് താരങ്ങളുടെ പ്രതിഫലത്തിന് വേണ്ടിയാണ്. അപ്പോൾ താരങ്ങൾ പ്രതിഫലം കുറച്ച് കഴിഞ്ഞാൽ 17 കോടി എന്ന് പറയുന്നത് ഏകദേശം 5-6 കോടിയിലേക്ക് ഒതുങ്ങും. താരങ്ങളുടെ പ്രതിഫലം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഏറിയാൽ ഒരു 10 കോടിയാകും. 10 കോടി മുതൽ മുടക്കിന് 4.5 കോടി 50% തുകയെങ്കിലും അവർക്ക് തിരിച്ചു കിട്ടും. പിന്നെ OTT ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ടെലിവിഷൻ സാറ്റലൈറ്റ് ചാർജൊക്കെ വരുമ്പോൾ മുതൽ മുടക്കെങ്കിലും അവർക്ക് തിരികെ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പക്ഷേ താരങ്ങൾ അവരുടെ പ്രതിഫലം കുറയ്ക്കുന്നില്ല. 5 കോടി 10 കോടിയൊക്കെയാണ് താരങ്ങൾ. ഒരു സ്റ്റാറായി കഴിഞ്ഞാൽ ഉടനെ താരങ്ങൾ തുക കൂട്ടുകയാണ്. ചില നടിമാർ പറയുന്നത് പുരുഷ താരങ്ങൾ, അതായത് നടന്മാർക്ക് കിട്ടുന്ന അതേ തുക തന്നെ നടിമാർക്കും കിട്ടണമെന്ന് ആർഗ്യൂ ചെയ്യുന്ന നടിമാരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിർമ്മാതാക്കളാകെ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ പറയുന്നത് അവർക്ക് താരങ്ങൾ പ്രതിഫല തുക കുറയ്ക്കുക. തിയേറ്റർ ഉടമകൾ പറയുന്നത് GST ഉണ്ട്, പക്ഷേ വിനോദ നികുതി കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുക. ഇതെല്ലാം ചെയ്താൽ മാത്രമേ സിനിമാ മേഖല ഈ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ കഴിയുകയുള്ളൂ. ഈ സമരം പ്രഖ്യാപിക്കുന്നത് നോക്കുക, ഈ ഫെബ്രുവരി ആയതേ ഉള്ളൂ. ഇനി മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസമുണ്ട് ചർച്ചകൾക്ക്. ഈ 3 മാസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സജി ചെറിയാൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും, അതുപോലെ തന്നെ ഈ സംഘടനാ നേതാക്കളും, അമ്മ സംഘടന, നടീനടന്മാരുടെ സംഘടനയായ അമ്മയും ഒക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന സമയ പരിധിയുണ്ട്. 3 മാസത്തിനുള്ളിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ, പ്രതിസന്ധിയേ ഉള്ളൂ. ഒരുപാട് ചിത്രങ്ങൾ നടക്കുന്നുണ്ട്, ചിത്രങ്ങളുടെ ചിത്രീകരണം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ പ്രതീക്ഷ സിനിമാ മേഖലയിലുണ്ട്. അപ്പോൾ ഒരുപാട് പുതിയ ആളുകൾ സിനിമാ മേഖല, എമർജിങ് സ്റ്റാർസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എഴുത്തുകാർ, ഒരുപാട് ആളുകൾ സിനിമാ മേഖല സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷ മങ്ങുന്ന തരത്തിൽ ആയിപ്പോകരുത് ഈ സിനിമാ സമരം. അത് ഒരു വലിയ കാര്യമാണ്. ചെറിയ ബഡ്ജറ്റിൻ്റെ സിനിമ എടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകരുത്. ഈ വലിയ സ്റ്റാറുകളെക്കുറിച്ചും വലിയ നടന്മാരെക്കുറിച്ചുമുള്ള ആശങ്കയും ഇതൊക്കെ നിർമ്മാതാക്കൾ കൊള്ളട്ടെ. അവരൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയും വലിയ കോടീശ്വരന്മാരാവുകയും പ്രശസ്തിയും എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞു.
പക്ഷേ ചെറുകിട സിനിമകൾ എടുക്കുന്ന, സമാന്തര സിനിമകൾ എടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ കൂടി വയറ്റത്തടിക്കുന്ന സംഭവമായി പോകരുത് ഈ സമരം. അത് ഈ സംഘടനകൾ ഓർക്കണം. സംഘടനകൾ ഈ സമരം ചെയ്യുമ്പോൾ ചെറുകിട സിനിമ എടുക്കുന്ന 50 ലക്ഷത്തിനും 10 ലക്ഷത്തിന് സിനിമ എടുക്കുന്നവരുണ്ട്, 50 ലക്ഷത്തിന് സിനിമ എടുക്കുന്നവരുണ്ട്, 1 കോടി രൂപയ്ക്ക് സിനിമ എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും വയറ്റത്തടിക്കുന്ന തരത്തിൽ സമരം മാറിപ്പോകരുത്. അങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് നിർത്താനും കൂടി ഈ സംഘടനയൊക്കെ ശ്രമിക്കണം. അപ്പോൾ ചർച്ച ചെയ്യാനൊക്കെയുള്ള സമയമുണ്ട്. ചർച്ച ചെയ്ത് രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സിനിമാ മേഖലയ്ക്ക് കഴിയട്ടെ. അങ്ങനെ കഴിയണം. അതിന് സർക്കാരും ഇടപെടും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ.